രവീന്ദ്രൻ മാസ്റ്ററുടെ സാധാരണ ഒരു കമ്പോസിംഗ് സ്റ്റൈലിൽ നിന്നും വേറിട്ട ഒരു ചിത്രമാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെലഡീസാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. സാധാരണ സെമി ക്ലാസിക്കൽ ആയിട്ടുള്ള ഒന്നുകൂടെ ഗാംഭീര്യമുള്ള പാട്ടുകളാണ് അദ്ദേഹം ചെയ്യുന്നത്. ക്ലാസിക്കൽ എന്നാൽ ഇതിലെ ഇപ്പോൾ വാർമഴവിലെ ചേട്ടൻ പറയുകയുണ്ടായി, അതൊക്കെ പിറന്നു വീണ മുഹൂർത്തത്തെക്കുറിച്ച് പറയുകയുണ്ടായി. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആലാപന. ശരിക്കും സിനിമയിലേക്കൊക്കെ എഴുതാമെന്നൊരു ധൈര്യം എനിക്ക് ഉണ്ടാക്കി തന്ന സിനിമ തന്നെ. കാര്യം നിസ്സാര രഞ്ജിത്ത് എന്നൊക്കെ പറഞ്ഞാൽ അക്ഷരം ഇച്ഛ എഴുതുമ്പം അതിനൊരു വളവ് വന്നാൽ പിടിക്കുന്നയാളാണ്. ഇച്ഛ എന്നാൽ നമ്മൾ എഴുതിയിരിക്കട്ടെ, അതിനൊരു വളവ് വന്നാൽ അത്രമാത്രം ഈ പാട്ടിനെ കൃത്യമായി നോക്കുന്നത്. അത് ഞാൻ ചോദിക്കാനിരിക്കുകയായിരുന്നു. ഈ സംഗീതവുമായിട്ട് വളരെ ബന്ധമുള്ള ഡയറക്ടേഴ്സും ഒത്ത് വർക്ക് ചെയ്യുന്നത് അത് ശരിക്കും ഒരു ലിറിസിസ്റ്റിനെ സംബന്ധിച്ച് ഒരുപാട് നമ്മുടെ ഔട്ട്പുട്ട് ഒരുപാട് നമുക്ക് വളരെ വലിയ പ്രോത്സാഹനമാണത്. കാര്യം നമ്മുടെ ഒരു കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ലാൽ ജോസ്, സത്യനന്ദിക്കാട്, കമൽ സാറ്, അക്കു അക്ബർ, റോഷൻ ആൻഡ്രൂസ്, ഞാൻ ഉദാഹരണങ്ങൾ പറയട്ടെ. ഇതൊക്കെ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെ പറയുന്നത്. പുതിയ ആൾക്കാരുടെ കൂടെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർ നമ്മൾ സീനിയർ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാം നല്ലതെന്ന് പറയും, എല്ലാം അക്സെപ്റ്റ് ചെയ്യും. അതല്ലല്ലോ നമുക്ക് നമ്മുടെ തെറ്റെന്താന്നുള്ള വേറെ ആൾ നോക്കുമ്പോഴേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇവർ കൃത്യമായിട്ട് നോക്കിയിട്ട് ഇവരുടെ മുഖം പ്രസന്നമാകുന്നത് കാണുമ്പോഴാണ് നമുക്ക് ഒന്നും പറയില്ല. ലാൽ ജോസൊക്കെ ഇങ്ങനെ മുഖം നമുക്ക് വായിക്കുമ്പോൾ മുഖത്ത് വരുന്ന പ്രസന്നത ഉണ്ടല്ലോ. സത്യഞ്ജനും അങ്ങനെയാണ്. കമൽ സാറിന് പിന്നെ കുറച്ചുകൂടെ വാത്സല്യമുണ്ട് നമ്മളോട്. കമൽ സാർ നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റ് ഉണ്ടെങ്കിൽ, ഞാനൊരു പാട്ട് എഴുത്തൊരു തെറ്റുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് പറയില്ല സാർ. അതിന് പകരം പറയണത് നമുക്ക് അങ്ങനെ ചെയ്താൽ എന്താ, അതല്ലേ ശരത്തെ ഇന്ന് ചോദിക്കും. ഒരിക്കലും ഹർട്ട് ചെയ്തില്ല. സാറിന് ഇവിടെ വർക്ക് ചെയ്ത എല്ലാ സിനിമകളിലും എനിക്ക് ഉണ്ടായൊരു അനുഭവമാണ്. ലാൽ ജോസ് കുറച്ചാണ് ഞങ്ങൾ പിന്നെ മാനസികമായിട്ട് അടുപ്പം. എൻ്റെ ചിന്താഗതി ഞങ്ങളുടെ ഒരേപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാനത് ഒരു പാട്ട് വരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധായകരോടൊത്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഉത്തരവാദിത്തം കൂടും. ഒപ്പം നമ്മുടെ എല്ലാ രോമകൂപങ്ങളും എഴുതേക്കും നന്നാകാൻ വേണ്ടി. കാര്യം അത് നമ്മളൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. അല്ലാണ്ട് വെറുതെ ഒരു പ്രണയഗാനം എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്, ചിലപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ പശ്ചാത്തലം എന്താണ്, അല്ലെങ്കിൽ സീൻ എന്താണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഷാഫിയൊക്കെ പറഞ്ഞുതരും അതുപോലെ ഇന്നതാണ് ഞങ്ങളുടെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമുക്ക് അതിലേക്ക് വരാൻ പറ്റും. ഇല്ലെങ്കിൽ വെറുതെ ഒരു പ്രണയഗാനം എന്ന് പറയുമ്പോൾ ഈ പശ്ചാത്തലത്തിന് എങ്ങനെയാണ് യോജിപ്പിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഇവർ ചെയ്യുന്നവരുണ്ട്. വാർമഴവില്ലെ എന്നുള്ള ഗാനത്തെക്കുറിച്ച് ഇപ്പോൾ ചേട്ടൻ പറയുകയുണ്ടായി. ആ ഗാനം വാർമഴവില്ലെ കേൾക്കാം. അതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഒന്ന് കേൾക്കാം. നീലാംബരത്തിൽ മാഞ്ഞുവല്ലി നിര
ശ്യാമള സുന്ദര മിഴികൾ നിറയും അഴകേ ദേവി വസുന്ധര നിലവിൽ മെനയും കുളിരേ പകലകലുമ്പോൾ അറിയുന്നുവോ നീ പകലകലുമ്പോൾ അറിയുന്നുവോ നീ വിരഹം വിധിയായി അരികെ വാർമഴവില്ലേ ഏഴഴകെല്ലാം നീലാംബരത്തിൽ മാഞ്ഞുവല്ലേ നിരാലംബയായി നീ മാറിയില്ലേ ചൈതന്യമായി നിന്ന സൂര്യനോ ദൂരെ ദൂരെ പോകയോ വാർമഴവില്ലേ ഏഴഴകെല്ലാം നീലാംബരത്തിൽ മാഞ്ഞുവല്ലേ അച്ഛൻ്റെയൊക്കെ ഒരു പാണ്ഡിത്യവും എൻ്റെ പാണ്ഡിത്യവും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് തെറ്റാണ്. അത് വേറെ, അച്ഛൻ്റെ അനുഭവം ഒക്കെ വേറെ, അച്ഛൻ ജീവിച്ചിരുന്ന കാലഘട്ടം ഒക്കെ വേറെയാണ്. ഇന്നതല്ല, ഇന്നെല്ലാം മാറി. എനിക്ക് 2 തലമുറയും ഒരേപോലെ തൃപ്തിപ്പെടുത്തി പാട്ട് എഴുതാൻ പറ്റും.